നമസ്കാരം. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, പക്ഷേങ്കിൽ ഞാൻ വളർന്നതൊക്കെ ചെന്നൈയിലാണ്. ഞാൻ ഈ അരക്കാസമ്മനെ കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു മാല കാണാതെ പോയപ്പോൾ ഞാൻ വന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാ. അപ്പോൾ അവൾ പറഞ്ഞു, ഇതുപോലെ ഒരു വെള്ളം എടുത്ത് അമ്മനെ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഒരു വെള്ളം വെച്ചാൽ മതി, നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്ന് മനസ്സിൽ തീർച്ചയായിട്ടും വന്ന് ഭയങ്കര പവറാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വെച്ച് കുറച്ച് ഒരു 5 മിനിറ്റ്സിൽ തന്നെ എനിക്ക് ആ മാല കിട്ടി. അതേപോലെ എൻ്റെ ഭർത്താവിനും ഒരു ഫയലൊന്ന് മിസ്സായി. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ അമ്മനെ വിചാരിച്ച് നമ്മൾ ഒരു വെള്ളം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ആ ഫയല് തന്നെ കാണാതെ പോകുന്ന ലൈക്ക് ഓഫീസേ പ്രശ്നമാകുന്ന ഫയലായിരുന്നു. അത് കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈ അമ്പലത്തിലേക്ക് ഫസ്റ്റ് ടൈം ഞങ്ങൾ അപ്പോഴാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ഭയങ്കര പവറാ. അതുമല്ലാതെ നമ്മൾ എന്ത് ഉറക്കമില്ലെങ്കിലോ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ അമ്മനെ പ്രാർത്ഥിച്ചിട്ട് അമ്മനെ ഒന്ന് വെള്ളം വെച്ചാൽ മതി. പക്ഷേ അമ്മന് ഈ ഒത്തിരി ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പാനകം എന്ന് പറയും. അത് വന്ന് വെല്ലം, പിന്നെ എലുമിച്ചം, ലെമണ് ഇതൊക്കെ പിഴിഞ്ഞിട്ട് വെക്കുന്നതാണ് പാനകം എന്ന് പറയുന്നത്. അമ്മന് ഒത്തിരി ഇഷ്ടമുള്ള സാധനം അത്. പിന്നെ കുറേ ഒത്തിരി കൊല്ലമായിട്ട് ഈ അമ്മനുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. എല്ലാവരും ഒന്ന് മനസ്സിൽ എന്ത് വിചാരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് ഇത് നല്ല പവറേ കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാവരും വരണം. ഇത് വന്ന് രത്നമംഗലം എന്ന് പറഞ്ഞ് വണ്ടലൂർ കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ ടാഗൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ തന്നെ ഈ അമ്പലമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. ഇവിടെ അടുത്ത് തന്നെ കുബേരൻ്റെ അമ്പലമുണ്ട്. അപ്പം 2 ദൈവത്തിനെയും ഒരുപോലെ നമുക്ക് കാണാം. അരക്കാസമ്മൻ എന്ന് പറയുന്നത് വന്ന് അക്കാലത്തിലെല്ലാം പൈസയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ചെറിയ കോയിൻ ആയിരുന്നു. അതിൽ അമ്മൻ്റെ ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരക്കാസമ്മൻ അങ്ങനെയാ പേര് വന്നത്. ഭയങ്കര പവറുള്ള ദൈവമാണ്. എല്ലാവരും തീർച്ചയായിട്ടും വരണം. ഹാഫ് ഷേപ്പിലുണ്ടായിരിക്കും, അത് ഒരു കോയിനിൽ പാതി ഷേപ്പിലുണ്ടായിരിക്കും. അതായിരുന്നു അരക്കാസമ്മൻ. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് നോക്കണം. എല്ലാവർക്കും ബ്ലെസ്സിങ്സ് തരുന്ന ഒരു ദൈവമാണ്. തീർച്ചയായിട്ടും വരണം. பேச்சில் கவனம் இருந்தால் தொழிலில் வெற்றி கிடைக்கும். 7 வாரம் அம்மனுக்கு விளக்கேற்றினா அம்மன் துர்க்கை தான் வந்து வெற்றியை கொடுக்கறது கொஞ்சம்